ഹലോ സ്റ്റുഡൻസ്, നമ്മളിന്ന് പ്രോബ്ലം നമ്പർ 5 ചെയ്യുന്നു. ഗിവ് ജേർണറീസ് ഫോർ ദി ഫോളോയിങ് ട്രാൻസാക്ഷൻസ്. അതായത് ഡിബഞ്ചേഴ്സിൽ റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സിൽ ഇഷ്യൂ ആയിട്ട് ബന്ധപ്പെടുത്തി റിഡംഷനെ കുറിച്ച് പറയും. ഇഷ്യൂവും റിഡംഷനും ഒരേപോലെ, അതായത് ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് തന്നെ റിഡീം ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ച് ഡിസ്കഷൻ നടത്തിയിട്ടുള്ള ഇതാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ നമുക്ക് ചേർക്കേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവിടെ നമ്മൾ രണ്ടാമത്തെ സിറ്റുവേഷനാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ചെറിയ സ്പെല്ലിംഗ് മിസ്റ്റേക്ക്, അതൊന്ന് കറക്റ്റ് ചെയ്തേക്കാം. ഓക്കെ, റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ്. അപ്പോൾ പ്രോബ്ലം നമ്പർ 5 നമ്മൾ പറയുന്നു. ഗിവ് ജേർണറീസ് ഫോർ ദി ഫോളോയിങ് ട്രാൻസാക്ഷൻ. 1000 ഡിബഞ്ചേഴ്സ് ഓഫ് ₹100 ഈച്ച് ഇഷ്യൂഡ് അറ്റ് പാർ ആൻഡ് റെഡീംഡ് അറ്റ് പ്രീമിയം 10%. അപ്പോൾ റെഡീംഡ് അറ്റ് പ്രീമിയം വരുമ്പോൾ പുതിയൊരു അക്കൗണ്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ലോസ് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ്, അത് നഷ്ടമാണ്, അത് ഡെബിറ്റ് ചെയ്യണം. ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ റെക്കോർഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ അതിൻ്റെ എൻട്രീസ് നോക്കുകയാണെങ്കിൽ ഇഷ്യൂ ചെയ്യുന്നത് പാർ വാല്യൂന്. അപ്പോൾ ബാങ്ക് അക്കൗണ്ട് ലെറ്റർ 1000 × 10, 1000 × 100, 1000 × 10 അല്ല, 1000 × 100, 1,00,000. ദെൻ ലോസ് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് 1,00,000ൻ്റെ 10%, അത് പ്രീമിയം. റിഡീം ചെയ്യുന്ന സമയത്ത് കൊടുക്കാൻ പോകുന്ന എമൗണ്ടാണ് ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് ലോസ് ഓൺ ഇഷ്യൂ ആയിട്ട് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്. ഓക്കെ, 2 ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് 1,00,000, 2 ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് 1,00,000. ദെൻ പ്രീമിയം ഓൺ റിഡംഷൻ 10,000, പ്രീമിയം ഓൺ റിഡംഷൻ 10,000. ഓക്കെ, അങ്ങനെയാണ് നമുക്ക് ആ എൻട്രിയുടെ എമൗണ്ട് നമുക്ക് എഴുതാം. അപ്പോൾ ബാങ്ക് അക്കൗണ്ട് ലെറ്റർ 1,00,000, ലോസ് ഓൺ ഇഷ്യൂ ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ലെറ്റർ ഇത് എവിടെ നിന്ന് കിട്ടിയ റിഡീം ചെയ്യുന്ന സമയത്ത്, അതായത് 5 വർഷം കഴിയുമ്പോൾ റിഡീം ചെയ്യുന്ന സമയത്ത് തിരിച്ചു കൊടുക്കുന്ന സമയത്ത് കൊടുക്കേണ്ട 10,000 രൂപയാണ് ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് നമ്മൾ കാണിച്ചിരിക്കുന്നത്. ലോസ് ഓൺ ഇഷ്യൂ ഡിബഞ്ചേഴ്സ് എന്ന് പറഞ്ഞിട്ട് 10,000 എഴുതി. 2 ഡിബഞ്ചേഴ്സ് 2 പ്രീമിയം റിഡംഷൻ, അങ്ങനെ 10,000 എഴുതി. എമൗണ്ട് റിസീവ്ഡ് ഓൺ ഇഷ്യൂ ഡിബഞ്ചേഴ്സ് എഴുതി. ഇനി അതിൻ്റെ റിഡീം ചെയ്യുന്ന സമയത്ത് ഡ്യൂ ആകുന്ന എമൗണ്ട്, അപ്പോൾ ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ലെറ്റർ എത്രയാണ്, ഡിബഞ്ചേഴ്സിൻ്റെ എമൗണ്ട് എത്ര രൂപ വിലയുള്ളതാണ് നമ്മൾ റിഡീം ചെയ്യുന്നത്, 1,00,000 രൂപ വരെയുള്ളത്. പ്രീമിയം റിഡംഷൻ ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ലെറ്റർ, പ്രീമിയം റിഡംഷൻ അക്കൗണ്ട് ലെറ്റർ 10,000 രൂപ അവിടെ എഴുതാം. ഓക്കെ, 2 ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ട് 1,10,000 എഴുതാം. ഓക്കെ, ദെൻ ലാസ്റ്റ് എൻട്രി ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ലെറ്റർ ടു ബാങ്ക് അക്കൗണ്ട്, ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ലെറ്റർ ടു ബാങ്ക് അക്കൗണ്ട് 1,10,000 രൂപ. നമ്മൾ കൊടുക്കുന്നത് 1,10,000 രൂപയാണല്ലോ. ലാസ്റ്റ് എൻട്രിയിൽ 1,10,000. ഓക്കെ, അപ്പോൾ 3 എൻട്രി നമ്മൾ എഴുതി. ഒന്ന് ഇഷ്യൂ ചെയ്യുന്ന എൻട്രി 1,10,000, 1,10,000. ദെൻ 1,00,000 പ്രീമിയം റിഡംഷൻ 10,000, ദെൻ 2 ഡിബഞ്ചർ ഹോൾഡേഴ്സ് 1,10,000, 1,10,000. ദെൻ ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ലെറ്റർ ബാങ്ക് അക്കൗണ്ട് 1,10,000. ഇതാണ് എത്രയാണ് 4ാമത്തെ സിറ്റുവേഷൻ. ഇഷ്യൂഡ് അറ്റ് പാർ, റെഡീമബിൾ അറ്റ് പ്രീമിയം. ഇനി അടുത്തത് പ്രോബ്ലം നമ്പർ 6 ഡിസ്കസ് ചെയ്യുന്നത് ഗിവ് ജേർണറീസ് ഫോർ ദി ഫോളോയിങ് ട്രാൻസാക്ഷൻസ്. 1000 ഡിബഞ്ചേഴ്സ് ഓഫ് ₹100 ഈച്ച് ഇഷ്യൂഡ് അറ്റ് പ്രീമിയം. പ്രീമിയത്തിൽ ഇഷ്യൂ ചെയ്യുന്നു, റെഡീംഡ് അറ്റ് പ്രീമിയം. അപ്പോൾ ഇഷ്യൂ ചെയ്യുമ്പോൾ ലാഭം കിട്ടുന്നു, റിഡീം ചെയ്യുമ്പോൾ നഷ്ടം വരുന്നു. ഓക്കെ, അത് നമ്മൾ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് കാണിക്കണം. ബാങ്ക് അക്കൗണ്ട് ലെറ്റർ ഈ പ്രീമിയത്തിലുള്ള ഇഷ്യൂ ചെയ്യണേ. അപ്പോൾ 1,00,000 + 10,000, 1,10,000. കാരണം 10,000 രൂപ കൂടുതൽ കിട്ടുന്നുണ്ട്. 1,00,000 × 10, 1,00,000 × 10%, 1,00,000 പ്ലസ് അതിൻ്റെ 10%, അങ്ങനെയുള്ള 1,10,000 വരെ. ഇനി ലോസ് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് പറഞ്ഞാൽ ഈ റിഡീം ചെയ്യുന്ന സമയത്ത് കൊടുക്കുന്ന എക്സസ് എമൗണ്ട് 10,000. 2 ഡിബഞ്ചേഴ്സ് എന്ന് പറഞ്ഞെങ്കിൽ 1,00,000, 2 ഡിബഞ്ചേഴ്സ് 1,00,000. 2 സെക്യൂരിറ്റീസ് പ്രീമിയം റിസർവ് ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് കിട്ടുന്ന എക്സസ് എമൗണ്ട്, പ്രീമിയത്തിൻ്റെ എമൗണ്ട് 10,000. ഓക്കെ, പ്രീമിയം റിഡംഷൻ റിസർവ് അക്കൗണ്ട്, അത് റിഡീം ചെയ്യുന്ന സമയത്ത് കൂടുതൽ കൊടുക്കുന്ന എമൗണ്ട്, അത് 10,000. അങ്ങനെയാണ് ആ എമൗണ്ട് വരുന്നത്. അപ്പോൾ 1,10,000 ബാങ്കിൽ വരും, 10,000 രൂപ ലോസ് ഓൺ ഇഷ്യൂ ഡിബഞ്ചേഴ്സിൽ വരും, ഡിബഞ്ചേഴ്സിൽ 1,00,000 വരും. ഡിബഞ്ചേഴ്സിൽ ഒരു കാരണം വെച്ചാലും അതിൻ്റെ ഫേസ് വാല്യൂനേക്കാൾ കൂടുതൽ വരാൻ പാടില്ല. കൂടുതൽ കിട്ടിയ എമൗണ്ട് സെക്യൂരിറ്റീസ് പ്രീമിയം റിസർവിൽ എഴുതി, മറ്റത് പ്രീമിയം റിഡംഷനിൽ എഴുതി. ഓക്കെ, ഇനി അത് അതിൻ്റെ ഡ്യൂ ആകുന്ന സമയത്ത് 5 വർഷം കഴിയുമ്പോൾ ഡ്യൂ ആകുന്ന സമയത്ത് എന്തായിരുന്നു, ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ലെറ്റർ എത്ര രൂപ നമ്മൾ കൊടുക്കണം, ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ലെറ്റർ എന്ന് പറഞ്ഞിട്ട് നമ്മൾ എഴുതുമ്പോൾ അവിടെ 1,00,000 രൂപ. ഡിബഞ്ചേഴ്സിന് ഇപ്പോൾ ആ എമൗണ്ട് എപ്പോഴും ആ അക്കൗണ്ടിൽ 1,00,000 വരാം. പിന്നെ കൂടുതൽ കൊടുക്കുന്ന സംഖ്യ 10,000 ആയിട്ട് നമ്മൾ റെക്കോർഡ് ചെയ്യണം. പ്രീമിയം റിഡംഷൻ അക്കൗണ്ട് ലെറ്റർ 10,000. 2 ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ട് എന്ന് പറയുമ്പോൾ എത്ര വരും, അത് രണ്ടും കൂടി കൂട്ടിയിട്ട് 1,10,000, 1,10,000 രൂപ ഡ്യൂ ആകുന്നതാണ്. പിന്നെ ക്യാഷ് കൊടുക്കുമ്പോൾ സാധാരണ ഡ്യൂ ആകുക എമൗണ്ടാണ് നമ്മൾ ക്യാഷായിട്ട് കൊടുക്കുക, 1,10,000. അത് നമ്മൾ ക്രെഡിറ്റിലും അത് തന്നെ 1,10,000. ഓക്കെ, എമൗണ്ട് പെയ്ഡ് ഓൺ ഡിബഞ്ചർ ഹോൾഡേഴ്സ്, പെയ്ഡ് ടു ഡിബഞ്ചർ ഹോൾഡേഴ്സ് ഓൺ റിഡംഷൻ. പ്രീമിയങ്ങൾ ഉൾപ്പെടെയുള്ള എമൗണ്ടാണ് നമ്മൾ കൊടുക്കുന്നത്. ഇനി പ്രോബ്ലം നമ്പർ 7 പറയുന്നത് ഗിവ് ജേർണറീസ് ഫോർ ദി ഫോളോയിങ് ട്രാൻസാക്ഷൻസ്.
1000 debentures of rupees 100 each issued at 10% discount and redeemed at premium of 10%. അപ്പോൾ 10% ഡിസ്കൗണ്ടിന് ഇഷ്യൂ ചെയ്യുമ്പോൾ ആഫ്റ്റർ 5 years 10% പ്രീമിയത്തിന് റിഡീം ചെയ്തു. ഇവിടെ ഡബിൾ ലോസ് ആണ്, കമ്പനിക്ക് 2 നഷ്ടം വരുന്നുണ്ട്. ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് നഷ്ടം, റിഡീം ചെയ്യുന്ന സമയത്ത് നഷ്ടം. അപ്പോൾ ആ 2 നഷ്ടം കൂടി ഒരുമിച്ച് നമ്മൾ ലോസ് ഓൺ ഇഷ്യൂ എന്നാണ് നമ്മൾ കാണിക്കുക. ഓക്കെ, അപ്പോൾ ബാങ്ക് അക്കൗണ്ടറ്റർ നമുക്ക് കിട്ടിയ എമൗണ്ട് എത്ര? 10% ഡിസ്കൗണ്ട് അല്ലേ, 1,00,000 10%, അതായത് 90 കുറച്ച് കഴിയുമ്പോൾ 90,000 വരും. ഈ 90,000 കിട്ടിയത് എങ്ങനെയാണ്? 90,000 കിട്ടിയത് നമുക്ക് വേണമെങ്കിൽ ഇവിടെ നിന്ന് കാണിക്കാം, ജസ്റ്റ് നിങ്ങളുടെ അറിവിലേക്കായിട്ട് കാണിക്കാം. 1,00,000 ജസ്റ്റ് ഉണ്ട്, ഉത്തരത്തിൻ്റെ ഭാഗം ഞാൻ വർക്കിംഗ് നോട്ടായിട്ട് ജസ്റ്റ് നിങ്ങൾ കാണിക്കാൻ വേണ്ടിയിരുന്നു. അതിൻ്റെ 10% ഈ പറഞ്ഞ ഡിസ്കൗണ്ട്, ഒരു ഡിസ്കൗണ്ട് കേട്ടോ. അങ്ങനെ 10 ഈക്വൽസ് 1,10,000 എന്ന് പറഞ്ഞാൽ 10,000 വരും. ഓക്കെ, അതാണ് ഈ പറഞ്ഞ എമൗണ്ട് കേട്ടോ. ജസ്റ്റ് ചോദ്യത്തിൻ്റെ ഭാഗമല്ല, അത് ആൻസറിൻ്റെ ഭാഗമാണ്. അത് നിങ്ങളെ കാണിക്കാൻ വേണ്ടി മാത്രം ഞാൻ ചെയ്തതാണ്. അത് നമുക്കത് കണ്ടു കഴിഞ്ഞാൽ വേണമെങ്കിൽ ഡിലീറ്റ് കളയാം, അല്ലെങ്കിൽ അവിടെ കിടക്കണോണ്ട് കുഴപ്പമൊന്നുമില്ല. അത് നമുക്ക് അവിടെ എഴുതി. ഓക്കെ, അതിൻ്റെ എൻട്രി എഴുതുമ്പോൾ ബാങ്ക് ഈ 90,000 കിട്ടി, ഈ 1,00,000 നിന്നും ഈ ഇത് കുറയ്ക്കുമ്പോൾ കിട്ടുന്നതാണ് 1000 × 100 1,00,000. ആ 1,00,000 നിന്നും ഈ 10,000 കുറയ്ക്കുമ്പോൾ കിട്ടുന്നതാണ് 90,000. അതിനുവേണ്ടി അവിടെ എഴുതാമെന്ന് മാത്രം കേട്ടോ. ഓക്കെ, ഇനി ലോസ് ഓൺ ഇഷ്യൂ ഡിബഞ്ചേഴ്സ് അക്കൗണ്ട്. ലോസ് ഓൺ ഇഷ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ 2 തരം ലോസ് വരുന്നുണ്ട്. ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് ഒരു 10,000 രൂപ ലോസ് വരുന്നുണ്ട്, അത് പിന്നെ റിഡീം ചെയ്യുന്ന സമയത്ത് ഒരു 10,000 രൂപ നഷ്ടം വരുന്നുണ്ട്, പ്രീമിയം. അങ്ങനെ ഡബിൾ ലോസ് ആണെന്ന് നമ്മൾ പറഞ്ഞു. അങ്ങനെ 20,000 ആണ് നമ്മുടെ ലോസ് ഓൺ ഇഷ്യൂ ഡിബഞ്ചേഴ്സ് അക്കൗണ്ടിൽ നമ്മൾ ഡെബിറ്റ് ചെയ്യുന്നത്. ദെൻ ക്രെഡിറ്റിൽ ടു ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് 1 lakh എഴുതാം. ടു പ്രീമിയം ഓൺ റിഡംഷൻ അക്കൗണ്ടിൽ 10,000 എഴുതാം, 10,000. ഓക്കെ, അപ്പോൾ ബാങ്ക് അക്കൗണ്ടറ്റർ 90,000, ലോസ് ഓൺ ഇഷ്യൂ ഡിബഞ്ചേഴ്സ് അക്കൗണ്ടറ്റർ 20,000, ടു ഡിബഞ്ചേഴ്സ് 1,00,000, ടു പ്രീമിയം റിഡംഷൻ 10,000. അത് ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് എഴുതുന്ന എൻട്രിയാണ്. പിന്നെ റിഡീം ചെയ്യുന്ന സമയത്ത് ഡ്യൂ ആകുന്ന എൻട്രി എഴുതുമ്പോൾ ഡിബഞ്ചേഴ്സിൻ്റെ എമൗണ്ട് എത്ര? 1,00,000 തന്നെ എഴുതേണ്ടി വരും നമ്മൾ. 1,00,000 പ്രീമിയം റിഡംഷൻ 10,000, പ്രീമിയം റിഡംഷൻ 10,000, ടു ഡിബഞ്ചർ ലോസ് അക്കൗണ്ട് 1,10,000, 1,10,000 വരും. ഓക്കെ, എമൗണ്ട് ഡ്യൂ ഓൺ റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ് അക്കൗണ്ട്. പിന്നെ അടുത്ത ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ബാങ്ക് അക്കൗണ്ട്, അത് ക്യാഷ് കൊടുക്കുന്ന എൻട്രി അല്ലേ, അത് 1,10,000 തന്നെ, അത്രയും തന്നെ നമ്മൾ കൊടുക്കേണ്ടി വരും. 1,10,000, 1,10,000. ഇത് ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ബാങ്ക് അക്കൗണ്ട് എഴുതാം. അപ്പോൾ ഇങ്ങനെ 6 സിറ്റുവേഷൻസ് ആണ്. ആദ്യത്തെ വീഡിയോയിൽ നമ്മൾ 3 സിറ്റുവേഷൻ പറഞ്ഞു, ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ നമ്മൾ ഒരു 3 എന്ന് പറഞ്ഞു. അതിൻ്റെ പ്രത്യേകത നമ്മൾ പറഞ്ഞാണ് ഇഷ്യൂ ഡേറ്റ് പ്രീമിയം, ഇഷ്യൂ ഡേറ്റ് ബാർ റെഡീമബിൾ പ്രീമിയം, ഇഷ്യൂ ഡേറ്റ് പ്രീമിയം റെഡീമബിൾ പ്രീമിയം, ഇഷ്യൂ ഡേറ്റ് ഡിസ്കൗണ്ട് റെഡീമബിൾ പ്രീമിയം. ഇങ്ങനെ 3 സിറ്റുവേഷൻസ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അത് കൃത്യമായിട്ട് കേൾക്കുക, പഠിക്കുക കേട്ടോ. 4 മാർക്കിൻ്റെ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമായിരുന്നു. അപ്പോൾ അത് നമ്മൾ കൃത്യമായിട്ട് പഠിച്ചു ഓർമ്മിച്ച് എൻട്രീസ് പഠിക്കാം. ഓക്കെ, താങ്ക് യു.